ഫക്രുദ്ദീൻ എന്റെ ചെവിയിൽ വല്ല ഹിയറിംഗ് എയ്ഡ് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ബട്ട് ആക്ച്വലി എന്റെ ചെവിന്റെ ഉള്ളിൽ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരാൾ കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. ചിലവർ പറയും ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ശബ്ദം വരെ കേൾക്കുന്നു സാർ എന്ന് പറയും. നമുക്ക് എൻവയോൺമെന്റിൽ ബാക്കിയുള്ള ശബ്ദം ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഒക്കെ പുതിയ ഹിയറിംഗ് എയ്ഡുകളിൽ വരുന്നുണ്ട്. ഹിയറിംഗ് എയ്ഡ്സ് വെച്ചവര് ഇതുകൊണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം യോജിക്കും? പ്രായം ആവുന്നതനുസരിച്ച് കേൾവി കുറയുന്നതാണ് നിങ്ങളുടെ കംപ്ലൈന്റ് എങ്കിൽ ഡെഫിനറ്റ്ലി ഹിയറിംഗ് എയ്ഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും കേൾവി കുറച്ച് കുറയുന്നേ ചെയ്യും. ഹിയറിംഗ് എയ്ഡ് വെച്ച ഒരാൾക്ക് ഈ കുറയുന്ന റേറ്റ് കുറവായിരിക്കും, കാരണം ചെവി അത്രയും സ്ട്രെയിൻ ചെയ്യുന്നില്ല. ഹിയറിംഗ് എയ്ഡ് അത് പ്രായമുള്ളവരിൽ മാത്രം ഉപയോഗിക്കുന്ന ഒന്നാണോ? ഹിയറിംഗ് എയ്ഡ് അല്ല, ഹിയറിംഗ് എയ്ഡ് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. കേൾവി എവിടെ കുറവുണ്ടോ, ഏത് പ്രായത്തിൽ കുറവുണ്ടോ അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഹിയറിംഗ് എയ്ഡ്. കൂടുതലും പണ്ടത്തെ കാലത്ത് കുറച്ച് ഏജ് ഉള്ളവരിലാണ് യൂസ് ചെയ്ത് കണ്ടിരുന്നതെങ്കിലും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈവൻ മിഡിൽ ഏജ് ആൾക്കാരിലും ഹിയറിംഗ് എയ്ഡ് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരാൾ കേൾക്കുന്നത് പോലെ തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അത് ആക്ച്വലി നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ നാച്ചുറൽ ഹിയറിംഗ് അത് ദൈവം തന്ന ഒരു ക്രിയേഷനാണ് അല്ലേ. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്യാവശ്യം അതിനോട് അടുത്തെത്താവുന്ന രീതിയിലോട്ടുള്ള അത്രയും നല്ലൊരു ഹിയറിംഗ് ചിലപ്പോൾ നമുക്ക് കിട്ടും. ഭയങ്കരമായിട്ടുള്ള ഹിയറിംഗ് ലോസ് ഉള്ള ഒരാളാണ്, ഭയങ്കര സിവിയർ ഹിയറിംഗ് ലോസ് ഉള്ള ഒരാൾക്ക് നമ്മുടെ സംസാരങ്ങളെല്ലാം കേൾക്കാവുന്ന രീതിയിലുള്ള ഗെയിൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് തന്നിരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് കിട്ടത്തില്ല, ക്ലാരിറ്റിയിലേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു വെപ്പ് പല്ല് വെക്കുന്ന പോലെ തന്നെ. എക്സാക്ട്ലി. ഹിയറിംഗ് എയ്ഡ്സ് പൊതുവേ ഒരു അട്രാക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബൾക്കി ആണെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ യൂസ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. ബേസിക്കലി എന്താന്ന് പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് കുറെ ടൈപ്പ് ഉണ്ട്, കുറെ മോഡൽസ് ഉണ്ട്. വലുതുള്ളതുണ്ട്, ചെറിയ ഹിയറിംഗ് എയ്ഡുകളുണ്ട്, ചെവിന്റെ പുറത്ത് വെക്കുന്നുണ്ട്, ബാക്കിൽ വെക്കുന്നുണ്ട്, ഫ്രണ്ടിൽ വെക്കുന്നുണ്ട്, ഉള്ളിൽ വെക്കുന്നതുണ്ട്. ഫക്രുദ്ദീൻ എന്റെ ചെവിയിൽ വല്ല ഹിയറിംഗ് എയ്ഡ് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ല. ബട്ട് ആക്ച്വലി എന്റെ ചെവിന്റെ ഉള്ളിൽ ഒരു ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഇൻ ദ കനാലാണ്. ഇത് അതിന് പുറത്ത് കാണില്ല. അപ്പൊ പഴയ കാലത്തുള്ളതിനേക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. സോ ഇത് ഏതൊരു ഏജിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. യെസ്, ഓരോരുത്തരുടെ ചെവിന്റെ ഷേപ്പിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഹിയറിംഗ് എയ്ഡ്സ് പൊതുവെ എക്സ്പെൻസീവ് ആണെന്ന് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒന്നും ഉണ്ടോ? ഹിയറിംഗ് എയ്ഡ് പൊതുവെ ഒരു 8,000 മുതൽ 7 ലക്ഷം രൂപ വരെയുള്ള ഹിയറിംഗ് എയ്ഡ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊരു റേഞ്ചാണ്. ഇതിന്റെ സൈസ്, ക്വാളിറ്റി, ബാറ്ററിയുടെ ലൈഫ്, റീചാർജബിൾ ബാറ്ററി, ഇതിന് എത്ര ചാനൽസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹിയറിംഗ് എയ്ഡ്സ് ഉള്ളത്. ചിലതിന് ഈ ചുറ്റുമുള്ള നോയ്സ് റിഡക്ഷൻ ഉണ്ടാവില്ല, അപ്പോൾ ആൾക്കാർക്ക് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള ആ ഒരു ടെക്നോളജിക്കുള്ള എമൗണ്ട് എന്തായാലും ഓരോരോ ഹിയറിംഗ് എയ്ഡിനുള്ള മോഡൽ വെച്ചനുസരിച്ച് കൂടും. അപ്പോൾ പേഷ്യൻ്റ് എപ്പോഴും പോയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കി അവർക്ക് പറ്റുന്നത് മാത്രമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ അത് പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ എല്ലാം ഓൺലൈനിൽ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഓൺലൈനിൽ കിട്ടുന്ന പോലെ നമുക്കത് ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി ഞാൻ അത് വളരെയധികം ഡിസ്കറേജ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും ഹിയറിംഗ് എയ്ഡ് ട്രയൽ നോക്കിയിട്ടേ വാങ്ങാൻ പാടുള്ളൂ. അതും മിക്ക ഹിയറിംഗ് എയ്ഡ് സെൻറ്റേഴ്സും ട്രയൽ ഓഫർ ചെയ്യുകയും ചെയ്യും. നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ട്രയൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നത് വളരെ നല്ല മോഡലായിരിക്കും, നമുക്കത് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചില എയർപോർട്ടിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ചാടിപ്പോകും, ചില ആൾക്കാർക്ക് ചെവിയിൽ അത് ഫിറ്റ് ആവത്തില്ല. അതുപോലെ തന്നെയാണ് ഓരോ ഫിറ്റും ഫിനിഷും അതിൻ്റെ ക്ലാരിറ്റിയും അനുഭവിച്ചറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഹിയറിംഗ് എയ്ഡ് വാങ്ങാൻ പാടുള്ളൂ. ഹിയറിംഗ് എയ്ഡ്സ് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സൗണ്ട് വളരെ ഉച്ചത്തിൽ കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ബേസിക്കലി അങ്ങനെയല്ല. അത് ചിലവർ പറയും ഹിയറിംഗ് എയ്ഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ശബ്ദം വരെ കേൾക്കുന്നു സാർ എന്ന് പറയും. ഇപ്പം നമ്മൾ 1-to-1 കോൺവെർസേഷൻ അല്ലാതെ ചിലപ്പോൾ വീടിൻ്റെ പുറത്ത് ഒരു ബൈക്ക് പോകുന്ന ശബ്ദം, അല്ല ഒരു വണ്ടി ഹോണടിക്കുന്ന ശബ്ദം വരെ ഭയങ്കരമായിട്ട് അനാവശ്യമായി അടുത്ത് കേൾക്കുന്നു, ഉറക്കെ കേൾക്കുന്നു. അത് അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് കുറേ പേര് പറയുന്നുണ്ട്. ഇത് ബേസിക്കലി ഇത് സൗണ്ട് ക്യാൻസലിംഗ് ആണ്. നമുക്ക് എൻവയോൺമെന്റിൽ ബാക്കിയുള്ള ശബ്ദം ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഒക്കെ പുതിയ ഹിയറിംഗ് എയ്ഡുകളിൽ വരുന്നുണ്ട്. അതിന് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ടെക്നോളജി അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫ്രീക്വൻസീസ് മാത്രം ചാനൽ ഔട്ട് ചെയ്ത് അത് ആംപ്ലിഫൈ ചെയ്യാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയ ഹിയറിംഗ് എയ്ഡുകളിലെ എല്ലാ ശബ്ദങ്ങളും വലുതായിരുന്നു, ഭയങ്കരമായിട്ട് ആംപ്ലിഫൈ ചെയ്യണം. ഇന്ന് അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ പോയി ട്രയൽ ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് ട്രയൽ ചെയ്ത് മാത്രം എടുക്കണം എന്ന് പറയും. ഹിയറിംഗ് ലോസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ഹിയറിംഗ് എയ്ഡ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വന്നിട്ട്? ബേസിക്കലി ഒരു ചെവിക്ക് മാത്രമാണ് ഹിയറിംഗ് ലോസ് എങ്കിൽ ആ ചെവിയിൽ മാത്രം ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ മതി. പക്ഷെ രണ്ട് സൈഡിലും ഹിയറിംഗ് ലോസ് ഉള്ള ഒരാൾ ഒരു ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് കേൾക്കാൻ പറ്റും, കേൾക്കണേന് കുഴപ്പമില്ല, അയാൾക്ക് ബെറ്റർ ആയിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അയാൾക്ക് സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന് ലോക്കലൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് ചെവിയിലും ഹിയറിംഗ് ലോസ് ഉണ്ട്,
പക്ഷെ ഒരു ചെവിയിൽ മാത്രമാണ് ഹിയറിംഗ് എയ്ഡ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ആക്ച്വലി സൗണ്ട് ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് സ്പേഷ്യൽ ലോക്കലൈസേഷൻ പറ്റില്ല. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ഹിയറിംഗ് ലോസ് ഉള്ള ഒരു പേഷ്യൻ്റ് രണ്ട് സൈഡിലും ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നാണ് ഒരു സൗണ്ട് വരുന്നതെങ്കിൽ ഈ ചെവി ആദ്യം ക്യാപ്ചർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ നിന്നാണ് വരുന്നത് എന്ന് അറിയാൻ പറ്റും. എപ്പോഴും ബെറ്റർ രണ്ട് ചെവിയിലും ഹിയറിംഗ് ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ രണ്ട് ചെവിയിലും വെക്കുന്നത് തന്നെയാണ്. നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചവർ പൊതുവെ പറയുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് സൗണ്ട് കേൾക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. സോ ഇതുകൊണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം യോജിക്കുന്നു? ബേസിക്കലി ഇതിനേക്കാളും ഇപ്പം ഈ ചോദിച്ചതിനേക്കാളും നല്ലൊരു ഡൗട്ട് പൊതുവെ പേഷ്യൻസ് ചോദിക്കലുണ്ട്. ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ, ഇനിയും സൗണ്ട് പോവില്ല എന്നുള്ളത്. അതെ, പ്രായം ആവുന്നതനുസരിച്ച് കേൾവി കുറയുന്നതാണ് നിങ്ങളുടെ കംപ്ലൈൻ്റ് എങ്കിൽ ഡെഫിനറ്റ്ലി ഹിയറിംഗ് എയ്ഡ് വെച്ചാലും വെച്ചില്ലെങ്കിലും കേൾവി കുറച്ച് കുറയുക തന്നെ ചെയ്യും. പക്ഷേ ഹിയറിംഗ് എയ്ഡ് വെച്ച ഒരാൾക്ക് ഈ കുറയുന്ന റേറ്റ് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറയത്തില്ല, കാരണം ചെവി അത്രയും സ്ട്രെയിൻ ചെയ്യുന്നില്ല. സോ ബേസിക്കലി ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് നിങ്ങളുടെ സൗണ്ട് നഷ്ടപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ സ്ലോ ആക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹിയറിംഗ് എയ്ഡ് വെക്കുന്നത് വളരെ നല്ലതാണ്.